പ്രിയപ്പെട്ടവരെ, ഞാനൊരു സാഹിത്യകാരനല്ല. സാഹിത്യത്തിൽ താല്പര്യമുള്ള ആളാണ്. കുട്ടിക്കാലം മുതൽ പ്രധാനപ്പെട്ട സാഹിത്യകൃതികളൊക്കെ വളരെ താല്പര്യപൂർവ്വം വായിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. മാത്രമല്ല, വലിയ എഴുത്തുകാരുടെയൊക്കെ അന്ത്യവിശ്രമ സ്ഥലങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്മാരകങ്ങൾ സന്ദർശിക്കാൻ താല്പര്യമുള്ള ആളുമാണ്. സ്ട്രാറ്റ്ഫോർഡ് ഏവണിലുള്ള ഷേക്സ്പിയർ സ്മാരകം, അതുപോലെ പാരീസിലെ വിക്ടർ ഹ്യൂഗോയുടെ ശവകുടീരം, സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ദസ്തയേവ്സ്കിയുടെ സ്മാരകം, മോസ്കോയിൽ നിന്ന് 100 മൈൽ അകലെ യാസ്നായ പോളിയാനയിലുള്ള ടോൾസ്റ്റോയിയുടെ ഭവനവും പുരയിടവും അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലവും, ഇതൊക്കെ ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ്. എനിക്ക് ഇവരോടൊക്കെ അഗാധമായ സ്നേഹവും ആദരവും ഉണ്ട്. ഈ സ്നേഹാദരവുകൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ ആ അർത്ഥത്തിലെടുക്കാവൂ എന്ന് മാത്രം വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 2026 മെയ് 3 ഞായറാഴ്ചയാണ്. ഈ ദിവസം മുഖ്യമന്ത്രി എന്ന നിലയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ്റെ ക്ലിഫ് ഹൗസിലെ അവസാനത്തെ ദിവസമാണ്. ഇന്ന് രാത്രി പുലർന്ന് നാളെ വെളുക്കുമ്പോൾ വോട്ടെണ്ണം തുറക്കും. ഉച്ചയാകുമ്പോഴത്തേക്കും ഫലപ്രഖ്യാപനം ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും മുന്നണിക്കും വലിയ തിരിച്ചടി ഉണ്ടാകുന്നുള്ളൊരു ഉറപ്പാണ്. UDFൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു സന്നിഗ്ധ ഘട്ടത്തിൽ ഇന്ന് ക്ലിഫ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള അവസാനത്തെ രാത്രി അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എന്തായിരിക്കും എന്നുള്ളത്. അദ്ദേഹം 10 കൊല്ലം മുമ്പ് വിജയശ്രീ ലാളിതനായി ക്ലിഫ് ഹൗസിൽ പ്രവേശിച്ചത് മുതൽക്ക് ഇങ്ങോട്ട് ഉണ്ടായ കാര്യങ്ങൾ, അതിനു മുമ്പ് പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് ഭാരിച്ച ഉത്തരവാദിത്വം നിറവേറ്റിയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് കേരള മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ നേരത്തെ നയനാരുടെ മന്ത്രിസഭയിൽ വിദ്യുശക്തി മന്ത്രിയായിരുന്ന കാലത്ത് ക്ലിഫ് ഹൗസിൽ നയനാരെ കാണാൻ വന്നപ്പോൾ ഉള്ള അനുഭവം, ഇന്നെങ്കിലും ഒരിക്കൽ ഈ ക്ലിഫ് ഹൗസിൽ തനിക്ക് താമസിക്കാൻ കഴിയും, ഇവിടെ താമസിച്ചുകൊണ്ട് തനിക്ക് കേരളത്തിൻ്റെ ഭരണചക്രം തിരിക്കാൻ കഴിയും എന്ന അന്ന് തോന്നിയ മോഹം, പിന്നീട് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ VSനെ വെട്ടി ആ സ്ഥാനത്ത് വരാൻ നടത്തിയ ശ്രമങ്ങൾ, 2016 തന്നെ VSനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഭാഗ്യക്കുറിയിൽ 1ാം സ്ഥാനം കിട്ടിയ ടിക്കറ്റ് പോക്കറ്റ് അടിച്ചെടുത്ത് സംഖ്യ ക്ലെയിം ചെയ്യുന്ന പോലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നത്, മന്ത്രിസഭ രൂപീകരിച്ചത്, മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് കൽപ്പിച്ചത്, ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്തുണ്ടായ പ്രധാനപ്പെട്ട വിപത്തുകൾ, ഓഖി, അതുപോലെ നിപ്പ, കൊറോണ, 2018 ഭയാനകമായ പ്രളയം, ഇതിനെയൊക്കെ നേരിട്ടത്, അങ്ങനെയുള്ള ഒരുപാട് ചിന്തകളുണ്ടാവും. 2001 പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ മകളുടെ പുനർവിവാഹം ഇതേ ക്ലിഫ് ഹൗസിൽ വെച്ച് നടന്നത്. അത് കഴിഞ്ഞ് രണ്ടാമതും തെരഞ്ഞെടുപ്പ് ജയിച്ച് വന്നപ്പോൾ പാർട്ടിക്കകത്ത് കഴിവും പ്രാപ്തിയുള്ള ആളുകളെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് തീരെ അപ്രാപ്തരായ ആളുകളെ, വീണ ജോർജിനെ, ബിന്ദുവിനെ, ശിവൻകുട്ടിയെ, സജി ചെറിയാനെ പോലുള്ള പ്രഗത്ഭമതികളെ മന്ത്രിസഭയിൽ കൊണ്ടുവന്ന് പാർട്ടിയിലും മന്ത്രിസഭയിലും കഴിവുള്ള ആളുകളെ ഒതുക്കി മരുമകന് വളർന്നു വരാനുള്ള അവസരം കൊടുത്ത് അങ്ങനെ മാർക്സിസം മരുമോനിസമാക്കി മാറ്റിയത്. അങ്ങനെ എന്തൊക്കെ സ്മരണകളായിരിക്കും അദ്ദേഹത്തിന് ഈ ക്ലിഫ് ഹൗസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുക. ഇന്ന് അത്താഴമൂട് കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു കലഡോസ്കോപ്പിൽ എന്ന പോലെ ഇങ്ങനെ തെളിഞ്ഞു വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തെളിഞ്ഞു വന്നില്ലെങ്കിൽ അദ്ദേഹം ഒരു മനുഷ്യനല്ല. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ട് ഇതൊക്കെ ആലോചിക്കും, നാളെ ഉച്ചയ്ക്ക് ശേഷം എൻ്റെ സ്ഥിതി എന്തായിരിക്കും, ഈ 40 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി എനിക്ക് ഇനി കണ്ണൂർക്ക് പോകാൻ പറ്റുമോ, ആംബുലൻസ് ഉണ്ടാകുമോ, പിന്നെ പാറ്റൻ ടാങ്ക് ഉണ്ടാകുമോ, ഫയർ എഞ്ചിൻ ഉണ്ടാകുമോ എന്നൊക്കെ അദ്ദേഹം ആലോചിക്കും. നാളെ മുതൽ റോഡിൽ കൂടി നടക്കുമ്പോൾ ആളുകൾ എന്നെ കല്ല് വലിച്ചെറിഞ്ഞാലോ, ഇതാ പോകുന്നു പിണറായി വിജയൻ. ഇനി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടികൾക്കൊക്കെ ആളുകൾ കറുത്ത വസ്ത്രം ധരിച്ച് വരാൻ തുടങ്ങിയ എന്തായിരിക്കും സ്ഥിതി? ഇദ്ദേഹത്തിനൊരു പൊതുപരിപാടിക്ക് പോകാൻ പറ്റണോ? മുഖ്യമന്ത്രി കഴിക്കുമ്പോഴല്ലേ പോലീസിനെ വിട്ട് കറുത്ത വസ്ത്രം ധരിച്ചവരെയൊക്കെ ഓടിക്കാൻ പറ്റുള്ളൂ. കറുത്ത ഷർട്ട് ഇട്ടവർ, കറുത്ത മുണ്ടുടുത്തവർ, കറുത്ത ലെങ്കൂട്ടി ഉപയോഗിക്കുന്നവർ, ഇവരൊക്കെ പുള്ളി ആട്ടിപ്പായിച്ചിരുന്നു. ഇനി അത് പറ്റുമോ?
അപ്പോൾ നാളെ മുതൽ എൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഇനി ബേപ്പൂരിൽ നിന്ന് മരുമോനക്കാർ തോറ്റുപോയാൽ പുള്ളിയുടെ സ്ഥിതി എന്തായിരിക്കും? മാസപ്പടി കൊടുക്കാൻ വീടൊക്കെ ഇനി ആരുണ്ട്? ഇങ്ങനെ ഒരുപാട് ചിന്തകൾ. ഒന്ന് ഭൂതകാലത്തെക്കുറിച്ച്, പുള്ളി നടന്നു വന്ന വഴികളെക്കുറിച്ച്, ബ്രണ്ടൻകുളയിൽ ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ച് കെ സുധാകരനെ ഓടിച്ചത് മുതൽക്ക് അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിക്കുമ്പോൾ പോലീസുകാരും മുട്ടുകാരും തല്ലി ഓടിച്ചത്, ആദ്യം നിയമസഭാംഗമായിട്ട് വന്നത്, പിന്നെ രാമകൃഷ്ണൻ കൊലക്കേസിൽ പ്രതിയായത്, CPM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായത്, സംസ്ഥാന സെക്രട്ടറിയായത്, അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത്, മന്ത്രിസഭയിൽ മുമ്പ് സഹപ്രവർത്തകരായിരുന്ന തോമസ് ഐസക്കിനെയും G. സുധാകരനെയും AK ബാലനെയും EP ജയരാജനെയും ഒക്കെ നിഷ്കരണം, നിർദാക്ഷിണ്യം, ഇനി സഖാക്കൾ മത്സരിക്കണ്ട, ഇത്രയൊക്കെ മത്സരിച്ചല്ലോ, ഇത്ര കഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് മടക്കി അയച്ചത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്മരണയിലേക്ക് കടന്നു വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ക്ലിഫ് ഹൗസിലെ അവസാന ദിവസത്തെ ചിന്തകൾ അത് സാഹിത്യ രൂപത്തിൽ കഥയായിട്ടോ നോവലായിട്ടോ ആരെങ്കിലും എഴുതുകയാണെങ്കിൽ അത് ലോക സാഹിത്യത്തിൻ്റെ വലിയ ഒരു മുതൽക്കൂട്ടായി തീരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു സാധാരണ സാഹിത്യകാരന് പറ്റില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ ഈ ദസ്തയേവ്സ്കിയുടെയും ടോൾസ്റ്റോയുടെയും ഒക്കെ ഉദാഹരണങ്ങൾ പറഞ്ഞത്. ഒരു കസാൻഡ് സാക്കീസിന് അല്ലെങ്കിൽ മാർക്കേസിന് ആ നിലവാരത്തിലുള്ള ഒരു എഴുത്തുകാരന് മാത്രമേ ഈ രചന നടത്താൻ പറ്റുള്ളൂ. ഇത് കേൾക്കുമ്പോൾ അശോകൻ ചെരുവിൽ ഇപ്പം തന്നെ പേരെടുത്തിട്ട് ഞാൻ എഴുതി കളയാം, പിണറായി വിജയൻ്റെ ക്ലിഫ് ഹൗസിലെ ആദ്യമ രാത്രി എന്ന് പറഞ്ഞ് എഴുതാൻ സാധ്യതയുണ്ട്. പക്ഷേ പുള്ളിക്കൊന്നും എഴുതാൻ പറ്റില്ല. ഇതൊന്നും സാധാരണ സാഹിത്യകാരന്മാർക്ക് പറ്റിയില്ല. എനിക്ക് കേരളത്തിലെ മലയാളത്തിലെ ഒരു സാഹിത്യകാരനും ഇത് എഴുതാനുള്ള ത്രാണിയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഗംഭീരമായൊരു വിഷയമാണ് ഈ ഓട്ടം ഓഫ് ദി പാട്രിയാർക്ക് എന്ന പുസ്തകം പോലെ. ആ ഒരു സാധനം ആരെങ്കിലും എഴുതുകയാണെങ്കിൽ അത് ലോക സാഹിത്യത്തിന്, മലയാള സാഹിത്യത്തിനല്ല, ലോക സാഹിത്യത്തിന് വലിയ മുതൽക്കൂട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും നാളെ മുതൽ വിശ്രമ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അഖില കേരള ചക്രവർത്തിയുമായിരിക്കുന്ന സഖാവ് പിണറായി വിജയൻ എല്ലാ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. സഖാവെ, ഞങ്ങൾ മറക്കുകയില്ല, ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. പിന്നെ ഏതെങ്കിലും കാലത്ത് കണ്ണൂർ വെച്ചോ, കോഴിക്കോട് മിഠായി തെരുവിൽ വെച്ചോ, അല്ലെങ്കിൽ തൃശ്ശൂർ പൂരപ്പറമ്പിൽ വെച്ചോ കാണണമെങ്കിൽ നമുക്ക് അപ്പം കാണാം. അഭിവാദ്യങ്ങൾ. ലാൽ സലാം.